ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലപ്പുറം കിച്ചണിലേക്ക് സ്വാഗതം. തബ്നയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവം എന്താണെന്ന് പിടികിട്ടി കാണും. നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് ഞാനൊരു സദ്യ തന്നെ ഒരുക്കുകയാണ്. അത് ഞാൻ ഒറ്റക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ആരുടെ ഒരു ഹെൽപ്പില്ലാതെ എങ്ങനെ നമുക്കൊരു സദ്യ ഒരുക്കാമെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, അതിനുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒരു ഓണസദ്യയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. സദ്യ ഒരുക്കുക എന്നൊക്കെ പറയുമ്പോൾ അണുകുടുംബമായാലും കൂട്ടുകുടുംബമായാലും ഒരു കൂട്ടായി ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ആ ഒരു സദ്യ ഉണ്ടാക്കുന്ന ഒരു രസവും ഇതൊക്കെ കിട്ടുള്ളൂ. കഴിക്കുന്നത് മാത്രമല്ല, എല്ലാവരും കൂട്ടി ചേർന്നിട്ട് എല്ലാവരും ഒരു കൂട്ടത്തിലിരുന്ന് കഴിക്കുമ്പോഴാണ് നമ്മുടെ വയറ് നിറയുള്ളൂ. ആ ഒരു സന്തോഷമൊന്നും നമുക്ക് കിട്ടില്ല ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ. എന്നാലും നമുക്ക് ഈ കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് വീട്ടിലിരുന്ന് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഒരാൾക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഇതിലൂടെ കാണിക്കുന്നത്. ഇനി അധികം പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്നാണ് സദ്യ നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ തലേ ദിവസം തന്നെ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങണം. കാരണം നമ്മൾ ഒരാൾ ഒറ്റയ്ക്കല്ല തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഐറ്റംസ് സദ്യയിൽ ഉണ്ടാക്കുന്നതെന്ന് ഒരു ലിസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ അതിൽ ചോറ് മുതൽ പപ്പടം വരെ എഴുതണം കേട്ടോ. അപ്പോൾ എല്ലാ സദ്യകളും ഒരുക്കിയിട്ട് ലാസ്റ്റ് ചോറ് വെക്കാൻ മറന്നു പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാം ഒന്ന് എഴുതി വെക്കണം എന്ന് പറയുന്നത്. ചിലപ്പോൾ പപ്പടം കാച്ചാൻ മറന്നു പോകും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോരോ ഉണ്ടാക്കിയ ഐറ്റംസ് നമുക്കിങ്ങനെ ടിക്ക് ഇട്ടാൽ മതി. ഇത് കിച്ചണിൽ തന്നെ വെക്കണം ഈ ലിസ്റ്റ്. പിന്നെ എന്തൊക്കെ വിഭവങ്ങളാണെന്ന് ആദ്യം തയ്യാറാക്കി നോക്കിയിട്ട് അതിന് വേണ്ട ചേരുവകൾ വേറൊരു പേപ്പറിൽ എഴുതാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ എഴുതണ്ട, ഇല്ലാത്ത സാധനങ്ങൾ എഴുതിയിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാനൊക്കെ സുഖമാണ്. അപ്പോൾ ഒന്നും മറന്നു പോവില്ല. മറ്റേത് എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങാൻ മറന്നു പോയാൽ അപ്പോൾ പിടിച്ച് നമുക്ക് ടെൻഷനാവും. സാധനം വാങ്ങാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും പ്രശ്നം വരില്ല. പിന്നെ തലേ ദിവസം തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നുള്ളിയും ഞാൻ കുറച്ച് തൊലി കളഞ്ഞ് കഴുകി ഒരു ഡബയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കിതൊന്നും ചെയ്യേണ്ടി വരില്ല. പിന്നെ തോരന് വേണ്ടിയിട്ടുള്ള അച്ചിങ്ങപ്പയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ കഴുകിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തലേന്ന് ചെയ്യുന്ന പണികളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് നാളെ എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ട കുറച്ച് തേങ്ങയുടെ ഒക്കെ ആവശ്യമുണ്ടാവും. 3-4 തേങ്ങ ഒക്കെ ഒന്ന് പൊളിച്ച് വെക്കുക. ചിരവിയൊന്നും വെക്കുന്നില്ല, ഞാൻ പൊളിച്ചേ വെക്കുന്നുള്ളൂ. രാവിലെ പൊട്ടിച്ചിട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ചിരവി എടുക്കുക ചെയ്യുന്നത്. എനിക്ക് തേങ്ങ ഫ്രഷിൽ എടുക്കുന്നതാണ് ഇഷ്ടം. പിന്നെ അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ ഞാൻ നല്ലപോലെ കഴുകി തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലൊരു കോട്ടൺ തുണിയിൽ പൊതിഞ്ഞിട്ടാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. ഇത് സാധാരണയായിട്ട് നമ്മൾ ഓലനും അവിയലിനും സാമ്പാറിനുള്ള വെജിറ്റബിൾസാണ് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കി വെക്കാം തലേ ദിവസം തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാം പുളി എടുത്തിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. തിളച്ച വെള്ളത്തിൽ പുളി ഇട്ട് വെച്ചാൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ ഒന്ന് പുളി അത്യാവശ്യം 2 പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് കണ്ടോ, നല്ലോണം പുളിയൊക്കെ നല്ല പൊതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കൈ കൊണ്ടാക്കിയാൽ തന്നെ നല്ലതിൽ പുളിവെള്ളം കിട്ടും, നല്ല തിക്കായിട്ടുള്ള പുളിവെള്ളം കിട്ടും. ഇത് ഞാനൊരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു ചുവട് കട്ടിയുള്ള പാൻ തന്നെ എടുക്കുക കേട്ടോ, നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കാനൊക്കെ. ഇതിലോട്ടൊരു 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 250 ഗ്രാമോളം വരും. ഇനിയിപ്പോൾ ഇതിൽ തന്നെ ഇട്ടിട്ട് ഞാൻ ശർക്കര ഉരുക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഇപ്പോൾ നല്ല ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ചൊന്ന് തിക്കായി വരണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിക്കാക്കി എടുക്കുക. അപ്പോൾ ഒന്ന് തിക്കായി വന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു 2-3 പച്ചമുളക്, 3-4 പച്ചമുളക്. ഇത് വലിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 3 എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ 5-6 ഇടാം. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇഞ്ചി ഒരു 5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചിയുടെ ടേസ്റ്റ്. അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എരിവ് ഉണ്ടാവും, എന്നാലും എരിവ് എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേറെ ഓവർ തിക്കാവണ്ട, കാരണം ഇത് തണുക്കുന്ന സമയത്ത് ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ ഇത് അതിന് കറക്റ്റ് പരുവാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകൊക്കെ ഇട്ടിട്ട് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുളിഞ്ചി റെഡിയായി. ഇതൊക്കെ തലേ ദിവസമാണ് ചെയ്ത് വെക്കുന്നത്. ഇത് തലേ ദിവസം ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അടുപ്പിന് ഒഴിവുണ്ടാവില്ല. ഇത് ഞാൻ ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ബൗളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് വെച്ചാലും മതി. അത് നാളെ തന്നെ നമ്മൾ എടുക്കാനുള്ളതാണല്ലോ. കുറേ ദിവസം സ്റ്റോർ ചെയ്യണമെങ്കിൽ ഫ്രിഡ്ജിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ പിന്നെ ഇനി ഞാനൊരു അച്ചാർ തയ്യാറാക്കണം. ഇതും തലേ ദിവസം തന്നെയാണ്. അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് കടുകും ഉലുവയും ഇട്ട് പൊട്ടിയപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഒരു 4-5 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് 3 കൂടി ഒരുമിച്ച് ചതച്ചെടുത്തതാണ്. ഒരു 4-5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂണ് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ തന്നെ ഉണ്ടാവും. പിന്നെ അത് കുറവായപ്പോൾ ഞാൻ പിന്നെ വീണ്ടും 1.5 ടീസ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലോട്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ബീട്രൂട്ടും വലിയൊരു ക്യാരറ്റുമാണ് കേട്ടോ. ചെറുതാണെങ്കിൽ 2 എടുക്കാം ഈ ഒരു അളവിലേക്ക്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ഉടൻ തന്നെ നമുക്കിതിലോട്ട് ഒരു 200 ഗ്രാം ഈത്തപ്പഴം ഒന്ന് പിന്നെ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് സുർക്ക ഒഴിച്ചാൽ മതി. നമ്മൾ അച്ചാർ റെഡിയായി. അപ്പോൾ ഈ ഒരു അച്ചാർ ബിരിയാണിയിലേക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ തയ്യാറാക്കുന്നത്. ഇത് നമുക്കിപ്പോൾ നാളെ സദ്യയിലോട്ട് മാത്രമല്ല, കുട്ടികൾക്ക് കഞ്ഞിക്കൊക്കെ ഇഷ്ടമാണ് ഈ ഒരു അച്ചാർ. ഇനി നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉലുവ, കടുക്, പിന്നെ വലിയ ജീരകം, ചെറിയ ജീരകമൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ഒന്നിട്ട് കൊടുക്കാം. ഞാൻ അച്ചാർ പൊടി ചേർക്കാറില്ല അച്ചാറിൽ. കുറച്ച് കായം കൂടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഇട്ട് ഒന്ന് പൊടിച്ചതാണ്. അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ടിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇതിട്ട് കൊടുക്കുന്നത്. ഇതിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും അച്ചാറിന്. ഞാൻ അച്ചാർ പൊടി യൂസ് ചെയ്യാറില്ല. വീട്ടിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലിട്ടിട്ട് സൂക്ഷിച്ച് വെക്കാം. ഒരാഴ്ചക്ക് ഒന്നും കേടാവില്ല. അതിലേറെ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റിയാൽ മതി. കാരണം ഞാനത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ കൂടുതൽ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ 2-3 ദിവസം പുറത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക നല്ലത്. ഇനി പിറ്റേ ദിവസം രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. ആദ്യം പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു ഉള്ളി ഗ്രേറ്റ് ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഊത്തപ്പാണ് തയ്യാറാക്കുന്നത്. അതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ കുറച്ച് ഉപ്പിട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് മാവ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ എടുത്ത് വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതാവുമ്പോൾ പിന്നെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കഴിച്ചോളൂ. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒരു ഗീ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഒന്ന് പെട്ടെന്ന് തയ്യാറാവുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഈസിയാണല്ലോ. ഇങ്ങനെ ഇതാക്കിയാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചട്നീൻ്റെ ഒന്നും ആവശ്യമില്ല. കുട്ടികൾ ഇങ്ങനെ തന്നെ കഴിക്കും. എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് ഞാൻ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒരു മാവ് കൊണ്ട് 6 തരം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു കൊല്ലം മുമ്പ് ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് കാണാത്തവർ കാണട്ടോ. അപ്പോൾ അതിൽ പെട്ട ഒരു മാവാണിത്. അപ്പോൾ ഊത്തപ്പൊക്കെ തയ്യാറായി. ഞാൻ കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അവർ വേണ്ടുമ്പോൾ വന്നിട്ട് കഴിച്ചോളും. ഇനി നമുക്ക് പായസം തയ്യാറാക്കാം. പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് നമ്മുടെ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊന്ന് കഴുകിയതിൻ്റെ ശേഷം എടുത്തതാണ്. വറുത്തിട്ടൊന്നുമില്ല. ചിലർ വറുക്കുന്നൊക്കെ കാണാം. ഞാൻ വറുക്കാറൊന്നുമില്ല. ജസ്റ്റ് കഴുകിയിട്ട് അതിൻ്റെ 2.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് കുക്കറിലിട്ടിട്ട് ഒരു ഫ്ലെയിം വന്നതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഒരു വിസിലും കൂടി വരും. അങ്ങനെ മൊത്തം 2 വിസിൽ വന്നാൽ മതി. കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. ഇപ്പോൾ 2 വിസിലൊക്കെ വന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടായിരുന്നു. ഇപ്പോൾ അത് കണ്ടോ നല്ലപോലെ തുറന്ന് നോക്കുക. അപ്പോൾ ഉണ്ടാവുന്ന പാകത്തിന് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. വെള്ളം പാടില്ല കേട്ടോ. വെള്ളം നമുക്ക് ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കും വേണം. അപ്പോൾ അതാണ് കറക്റ്റ് വെള്ളം തന്നെ വെക്കുക. ഇനി ഞാൻ ഇതിലോട്ട് 1 കപ്പ് നമ്മുടെ ശർക്കരപ്പാനി ഒഴിക്കുന്നുണ്ട്. ഒരു 5 അച്ച് ശർക്കര ഉരുക്കിയിട്ട് എടുത്ത 1 കപ്പ് വെള്ളത്തിലിട്ട് ഉരുക്കിയെടുത്തതാണ്. ഇനി ഇതിലോട്ട് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിക്കുന്നുണ്ട്. ഞാനൊരു ചെറുപയർ പരിപ്പിൻ്റെ പായസത്തിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേ ഇതിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇനി ഞാൻ ചോറാണ് വെക്കുന്നത്. ഇപ്പോൾ 9 മണി ആയിട്ടുണ്ട് കേട്ടോ സമയം. നാസ്തൊക്കെ കഴിച്ചതിന് ശേഷമാണ് ചോറിന് വെള്ളം വെക്കുകയാണ്. അപ്പോൾ ചോറുണ്ടാക്കുന്ന 3-4 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റൈസ് കുക്കറിൻ്റെയും സഹായം ഇല്ലാതെ ഉണ്ടാക്കുന്നതും റേഷൻ അരി കൊണ്ട് ചോറുണ്ടാക്കുന്നതൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് ചോറ് വെക്കുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ വെക്കുക. ഇനി നമ്മൾ ഇന്നലെ കഴുകി വെച്ച പച്ചക്കറിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യാതിരിക്കുകയാണ് ഞാൻ ആ ചോറ് തിളക്കുന്ന സമയം കൊണ്ട്. അപ്പോൾ സാമ്പാറിലോട്ടും അവിയലിലോട്ടും അതുപോലെ ഓലനിലോട്ടുള്ള പച്ചക്കറികൾ ഞാൻ കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പരിപ്പ് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് തിളച്ചിട്ടൊന്നുമില്ല. അതിലോട്ട് ഞാൻ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കുകയാണ്. സാമ്പാറിലോട്ട് വേണ്ട തക്കാളിയും എന്താ പറയുക മുരിങ്ങാക്കായും വെണ്ടയും ഇട്ട് കൊടുക്കാത്തുള്ളൂ. ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് സാമ്പാർ പൊടി ഇടാതെയാണ് ഞാൻ സാമ്പാർ തയ്യാറാക്കാറ്. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സാമ്പാറാണ് കേട്ടോ. ഇത് ഈ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ദിവസത്തിലേറെ ദിവസം പിറ്റേ ദിവസമാവും. ഇതെങ്ങനെ സൂക്ഷിച്ച് വെക്കാന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കാണുക. ഒക്കെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ വേണമെന്നുള്ളവരൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി ഓലൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ തന്നെ 1/4 കപ്പ് മമ്പയർ തലേ ദിവസം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതും ഞാൻ മുമ്പ് സദ്യയിലെ സ്പെഷ്യൽ ഓലൻ എന്ന് വെച്ചിട്ട് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റുള്ളൊരു ഓലനാണ്. മത്തനും കുമ്പളങ്ങയും ഇട്ടിട്ടുള്ള. പക്ഷെ വെള്ള കളർ ഉണ്ടാവില്ല, ഒരു ബ്രൗൺ കളർ ആയിട്ടായിരിക്കും. പക്ഷെ നല്ല നമ്മളാ വൈറ്റ് കളർ ഓലനിലേറെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓലനാണ്. കുമ്പളങ്ങ ഓലൻ ഉണ്ടാക്കി നല്ല വൈറ്റായിട്ട് നിൽക്കും കളറൊക്കെ. പക്ഷേ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ എല്ലാം ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, സദ്യയിലേക്ക് അല്ലാതെ തന്നെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിന് എരിവ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് എരിവിന് ആവശ്യമുള്ള കാന്താരി മുളക് ഇട്ട് കൊടുത്തത്. അപ്പോൾ സാമ്പാർ അപ്പത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ ബാക്കിയുള്ള കഷ്ണങ്ങളും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് വറവിടുന്ന സമയത്താണ് ഇതിലൊക്കെ ശ്രദ്ധിക്കാനുള്ളത്. ഞാൻ ഇത് കാണിക്കുന്നില്ല, ആ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് അത് കാണണമെന്നുള്ളവർ അതിൽ നോക്കിയിട്ട് കാണും കേട്ടോ. ഇനിയിപ്പോൾ അവിയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഒരു മൺചട്ടിയിലിട്ട് എടുത്തിട്ടുണ്ട്. ഒക്കെ നീളത്തിൽ ആണ് കട്ട് ചെയ്തിട്ടുള്ളത്. അവിയലിന് ഇങ്ങനെ കട്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്ന് വേവിക്കുക. എല്ലാം ഉണ്ടാക്കാൻ ഈസിയാണ്, ഇത് കട്ട് ചെയ്യാനാണ് പണി. ഞാൻ ഇപ്പോൾ 1/2 മണിക്കൂർ വെച്ചിട്ട് എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തിട്ട് ചോറ് തിളക്കുന്ന സമയം കൊണ്ട് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 9 മണിക്ക് കട്ട് ചെയ്യാതിരുന്നിട്ട് 9:30ക്കാണ് തീർന്നത്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് ഓരോ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ എളുപ്പമാണ്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒത്തിരി മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വെച്ചു. അപ്പോൾ ഇത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഒന്നും കൂടി ടേസ്റ്റാണ്. ഇനി ലാസ്റ്റ് ഓഫ് ചെയ്യുന്ന സമയത്തും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വറവൊന്നും ഇടില്ലല്ലോ. ഇനി നമുക്കിത് തേങ്ങയും ജീരകവും ചുവന്നുള്ളിയും കുറച്ച് 2-3 പച്ചമുളകും കൂടി അരച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കാന്താരി മുളകാണ് അരച്ചിട്ടുള്ളത്. അപ്പം നല്ലൊരു ടേസ്റ്റാണ്. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതന്നെ ചേർക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് നമ്മൾ അവിയൽ റെഡിയായി. ഇനി തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാന് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പിലയും 2-3 ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാൻ. ഞാൻ അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മൾ തലേ ദിവസം കട്ട് ചെയ്ത് വെച്ചതാണല്ലോ അച്ചിങ്ങപ്പയർ, അപ്പോൾ അതിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് പയറൊക്കെ പെട്ടെന്ന് വെന്തിട്ടും അതിൻ്റെ പച്ച കളർ നഷ്ടപ്പെടാൻ പാടില്ല കേട്ടോ. പയറൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് കുക്ക് ചെയ്താൽ പയറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. പിന്നെ അതിൻ്റെ ഫലവും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് വേവിക്കേണ്ട. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ തോരനൊക്കെ റെഡിയാവും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം. ഒരു 3-4 മിനിറ്റ് അത്ര മതിയാവും. ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഞാനൊരു 3 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ആ പച്ച കളർ നഷ്ടപ്പെട്ടിട്ടുമില്ല, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് തേങ്ങയിലേക്ക് ഒരു 2 ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി ഒന്ന് ചതച്ചിട്ട് ഒരു 2-3 കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ട് ഒന്ന് ഇതിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ടൈം കിട്ടുമ്പോൾ ഒന്ന് ചിരകി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു സമയത്തും ഞാൻ വേസ്റ്റ് ആക്കുന്നില്ല. ആ സമയത്ത് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക തേങ്ങ ചിരവാനൊക്കെ നിൽക്കുകയാണ്. ഇവിടെ തന്നെ ഫിക്സ് ചെയ്തുകൊണ്ട് എളുപ്പമാണ് ചിരവാൻ. ഇനി നമുക്ക് ഞാൻ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ടിട്ട് 2-3 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചേന വറുക്കുകയാണ് കേട്ടോ. ഈ കുട്ടികൾക്കൊന്നും വറവില്ലാഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡെയിലി മീനും ചിക്കനൊക്കെ പൊരിച്ച് കഴിക്കുന്നതല്ല. അപ്പോൾ സദ്യയിലേക്ക് ഇനി അവരൊന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചേന വറുത്ത് കൊടുക്കുകയാണ്. ഞാൻ നീളത്തിലരിഞ്ഞിട്ട് എല്ലില്ലാത്ത ചിക്കൻ പൊരിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പാകത്തിന്. ഇനി ഈ കറിവേപ്പിലയിലും ഈ മുളക് പൊടിയിലൊക്കെ അങ്ങനെ എണ്ണയിൽ കിടന്ന് മൂപ്പിച്ചിട്ട് ഈ ചേന പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതി. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണ പണിയേ ഉള്ളൂ. അതായി. ഇനി നമുക്ക് കിച്ചടി തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. ലോ ഫ്ലെയിം ഒന്ന് തിളക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കണ്ടപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക്
മുക്കാൽ കപ്പ് തേങ്ങയിലേക്ക് ഒരു 2 പച്ചമുളകും കൂടി അരച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ കിച്ചടി തയ്യാറാക്കാനൊക്കെ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുള്ളൊരു ഒരു ഇതാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്, തൈരിൽ കൊഴിച്ച് കഴിക്കുന്നതുകൊണ്ട് നല്ല ഇഷ്ടമാണ്. ഇനി ഒരു മുക്കാൽ കപ്പ് തൈരും കൂടി നല്ലപോലെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ തൈര് നല്ലത് ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കിച്ചടിക്ക്. അപ്പോൾ അങ്ങനെ കിച്ചടി റെഡിയായി. ഇനി ഞാൻ പച്ചടിയാണ് തയ്യാറാക്കുന്നത്. ഒരു പാനിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 കപ്പ് പുളിവെള്ളവും. പുളിവെള്ളം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് പുളി വേണ്ട, ഒരു നാരങ്ങ, ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തതാണ്. ഇനിയിപ്പോൾ അതൊന്ന് തിളക്കുന്ന സമയത്ത് ഞാൻ ഇതിലോട്ട് കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുത്ത് വേവിക്കാനായിട്ട് വെച്ചു. ആ സമയത്ത് ഞാൻ പായസത്തിലോട്ട് വേണ്ട കാഷ്യൂ നട്ട്സൊക്കെ ഒന്ന് വറവിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ടോ. ഇനിയിപ്പോൾ അത് ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പൈനാപ്പിൾ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് 1 അച്ച് ശർക്കര ഒന്ന് ഇടിച്ചിട്ട് ഒന്ന് കഷ്ണാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടോ, ശർക്കരയൊക്കെ നല്ല മൾട്ടായിട്ട് വന്നിട്ടുണ്ട്, നല്ല അലിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റൊക്കെ പൈനാപ്പിളിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റണം. അപ്പോൾ മൂടി തുറന്നിട്ടൊന്ന് വെള്ളം വറ്റിച്ചതിന് ശേഷം ഞാൻ കിച്ചടിക്ക് അരച്ച തേങ്ങ തന്നെ, പച്ചടിക്കും കിച്ചടിക്കും ഒരേ ലെവലിൽ തന്നെ അരച്ച, ഒരു തേങ്ങയും പച്ചമുളകും മാത്രമാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് പകുതി പച്ചടിയിലേക്കും പകുതി കിച്ചടിയിലേക്കും ഇട്ട് കൊടുത്തു. 2 കപ്പ് തേങ്ങ അരച്ചതായിരുന്നു, പകുതി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പച്ചടി റെഡിയായി നമ്മുടെ. ഇനി നമുക്ക് ഇതിലോട്ടൊക്കെ ഒന്ന് വറവിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ പച്ചടിക്കും കിച്ചടിക്കും ഒക്കെ ഒരേപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിടുക, കറിവേപ്പിലയും വറ്റൽമുളകും ഇടുക. അപ്പോൾ കുറച്ച് ഒരു കയ്യിൽ എടുത്തിട്ട് ഞാൻ പച്ചടിയിലേക്കും ഒരു കയ്യിൽ കിച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓലൻക്ക് വെറും എണ്ണയും കറിവേപ്പിലയും മാത്രം മതി, വറ്റൽമുളക് വേണ്ട. പിന്നെ അവിയലിലേക്ക് വേണ്ട. പിന്നെ സാമ്പാറിന് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിന് സാമ്പാർ പൗഡറൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. വേറെ രീതിയിലാണ് തയ്യാറാക്കുന്നത്, അതിന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വീഡിയോ ലെങ്ത് ആവേണ്ട വിചാരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടവർക്ക് അതിന് ലിങ്ക് പോയാൽ മതി. ഇനി ഞാൻ രസമാണ് തയ്യാറാക്കുന്നത്. വറ്റൽമുളകും ഉലുവയും കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഞാൻ ഒരു 2 തക്കാളിയും 2-3 ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തതാണ്. അതിൽ കുറച്ചൊരു കായത്തിൻ്റെ പീസ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഗ്രൈൻഡ് ചെയ്ത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇടണം കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ് രസം. ഇനി കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ആവശ്യം എത്ര വേണ്ട വെച്ചാൽ, പുളി അധികം വേണ്ട, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി 2-3 കപ്പ് വെള്ളത്തിലിട്ടിട്ടാണ് പിഴിഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ മതി. നല്ല പോലെ ഒന്ന് 2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മല്ലിയില ചേർക്കാം. അപ്പോൾ നമ്മുടെ രസം റെഡിയായി. വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ ഒരു കളറൊക്കെ കിട്ടും കേട്ടോ. ഇനി പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. അതിപ്പോൾ പാൻ വെച്ചിട്ട് ഞാൻ കടുക് പൊട്ടിയ സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, ഉപ്പ് ഇട്ട് കൊടുത്തു, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് 2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് തൈരോ മോരോ ഒഴിച്ചു കൊടുക്കാം. മോരുണ്ടെങ്കിൽ മോര് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം, തൈരാണെങ്കിൽ മിക്സിയിട്ടൊന്ന് അടിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. തിളക്കേണ്ട ആവശ്യമില്ല, തിളക്കാൻ പാടില്ല പുളിശ്ശേരി. അപ്പോൾ നമ്മുടെ സദ്യ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറ് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഊറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് ഇതിൽ സെർവ് ചെയ്തിട്ടില്ല, അപ്പോൾ ഒക്കെ സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇരുന്ന് കഴിക്കാവുന്ന പണിയേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും ചേർന്ന് സദ്യയൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ സദ്യയൊക്കെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഒറ്റക്കാണെന്ന് വിചാരിച്ച് മടി പിടിച്ചിരിക്കേണ്ട, മനസ്സ് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റതായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കാണെന്ന് വിചാരിച്ചിട്ട് ഇന്നെ കൊണ്ട് കഴിയൂല എന്നുള്ള ഒരു ഇത് വേണ്ട. അപ്പോൾ നമുക്ക് മനസ്സ് വെച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും